ദുപ്പട്ട എന്ന കളർഫുള്ളായിട്ടുള്ള ഇന്ത്യൻ ഷാൾ സ്കാൻഡിനേവിയൻ സ്കാർഫ് എന്ന ലേബലിൽ ഇറങ്ങുന്നു. കോൽഹാപൂരി ചപ്പൽ മാറ്റി പ്രാഡ ഫുട്വെയർ ആക്കുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ പദ്ധതി ഫേക്ക് ആണെന്ന് പറയുന്ന ഒരുപാട് വിദേശ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണാം. ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ജീവിക്കാൻ കൊള്ളാത്ത രാജ്യം ഏതാണെന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് പല ആളുകളുടെയും ഉത്തരം ഇന്ത്യ എന്നായിരുന്നു. വേറൊരു യൂട്യൂബ് വീഡിയോയിൽ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം ഇന്ത്യയാണ് എന്നാണ് പറയുന്നത്. What is the dirtiest country in the world? It's definitely India. ഇങ്ങനെ ലോകം എന്തുകൊണ്ടാണ് കടുത്ത പുച്ഛത്തോടെ ഇന്ത്യയെ കാണുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. എത്ര കുട്ടികൾ വർഷം തോറും വെടികൊണ്ട് മരിച്ചാലും അമേരിക്കയിൽ പോയി ജീവിക്കണമെന്നാണ് ഒരു ശരാശരി മലയാളിയുടെ ആഗ്രഹം. ഇതെന്തുകൊണ്ടാണ്? തീർച്ചയായും ജീവിത നിലവാരവും സമ്പത്തും സൗകര്യങ്ങളും ആ രാജ്യത്ത് കൂടുതൽ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, ഇന്ന സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞു. ദശാവതാരം എന്ന സിനിമയിൽ നിന്നാണ് അമേരിക്കയിൽ നടക്കുന്നതിന് പകരം ഇലക്ട്രോണിക് സെഗ്വേകൾ ഉണ്ടെന്ന് ആദ്യമായി മനസ്സിലാക്കുന്നത്. പിന്നീട് സഞ്ചാരം പരിപാടിയിലൂടെയും ഹോളിവുഡ് സിനിമകളിലൂടെയും കൂടുതൽ അമേരിക്കൻ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നു. ഇങ്ങനെയാണ് ഒരു രാജ്യത്തെ പറ്റിയും അവരുടെ സംസ്കാരത്തെ പറ്റിയും നമ്മൾ അറിയുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്നും മറ്റു നാടുകളിലേക്ക് പ്രചരിക്കുന്ന വാർത്തകളും വീഡിയോകളും സിനിമകളും വൃത്തികേടിൻ്റെയും മാലിന്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ചിത്രമാണ്. ഈ രാജ്യത്തേക്ക് വളരെ പ്രതീക്ഷയോടെ വന്ന പല വിദേശികൾക്കും ഇന്ത്യയിൽ നിന്നും നേരിട്ടത് അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കൽ, ശരീരത്തിന് മേൽ അമിത സ്വാതന്ത്ര്യം എടുക്കുക, കയറി ഉമ്മ വയ്ക്കുക, കൊടിയ ഉപദ്രവങ്ങൾ നേരിടുക, ഇങ്ങനത്തെ മര്യാദകേടുകളാണ്. ഒരു ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയോട് വേസ്റ്റ് എവിടെ കളയണമെന്ന് ചോദിച്ചപ്പോൾ വാങ്ങി തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് എടുത്തു കളയുന്നതാണ് കാണുന്നത്. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പ്രചരിക്കുന്നത് ഇത്തരം വീഡിയോകളാണ്. അന്യരാജ്യത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകളെ തുറിച്ചു നോക്കുന്നത് മര്യാദകേടാണ് എന്ന് പോലും നമ്മളിലെ പലർക്കും മനസ്സിലായിട്ട് കൂടിയില്ല. ഇന്ത്യ പ്രതിവർഷം ഏകദേശം 62 മില്യൺ ടൺ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 70% ശേഖരിക്കുന്നുണ്ടെങ്കിലും 20-28% വരുന്ന വേസ്റ്റുകൾ മാത്രമേ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുള്ളൂ. ആവശ്യത്തിന് വേസ്റ്റ് ബിന്നുകളില്ല. വേസ്റ്റ് കളക്ഷൻ എന്നത് ഇപ്പോഴും പ്രോപ്പർ അല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളിൽ എത്ര പേർ ചുറ്റുപാടും വൃത്തികേടാകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്? എത്ര പേർ കൃത്യമായി പ്ലാസ്റ്റിക് വേർതിരിച്ച് വൃത്തിയോടെ ഡിസ്പോസ് ചെയ്യാറുണ്ട്? വേസ്റ്റ് ബിന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പരിസരത്ത് പോലും ചവറ് നിലത്ത് കിടക്കുന്നത് കാണാം. പബ്ലിക്കം ചവച്ചാൽ റോഡിൽ തുപ്പും. വൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ പോലും പൊതുസ്ഥലത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. പോരാത്തതിന് റോഡിൽ തന്നെ കുറ്റികളയും. ഇങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ചെയ്യാറില്ല. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ നാട്ടിൽ വന്ന് ക്ലീൻ ചെയ്യേണ്ടി വരുന്നു എന്നൊരവസ്ഥ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ കാഴ്ചയാണ്. പിന്നെ മതവിശ്വാസത്തിൻ്റെ പേരിൽ കാണിക്കുന്ന വൃത്തികേടുകൾ. വിനായക ചതുർത്ഥിക്ക് കടലിൽ ഗണപതി പ്രതിമ തള്ളുക. രാമേശ്വരത്ത് പോയപ്പോൾ കണ്ട കാഴ്ച, പൂജ കഴിഞ്ഞ് വരുന്ന നെയ്യിൻ്റെയും മറ്റ് പ്ലാസ്റ്റിക് ഡപ്പികൾ കടലിലേക്ക് തള്ളുന്നു. കടലിൽ സാരി ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ വിശ്വാസം സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല പ്രകൃതിയെ കൂടി മലിനമാക്കുന്ന രീതിയിൽ തന്നെ വേണം എന്ന് ചിലർ വാശി പിടിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം നാടുവിടുകയാണ് എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം. നമ്മളിൽ പലരും നാടുവിട്ടു പോയാലും ഇതേ പ്രവർത്തികൾ തന്നെയാണ് അതേ നാട്ടിലും ചെയ്യുന്നത്. റോഡിൽ നിന്ന് തേങ്ങ ഉടയ്ക്കുക, നദിയിൽ പൂജ എന്ന പേരിൽ മാലിന്യം തള്ളുക. വെസ്റ്റേൺ സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലും പരിശോധിച്ചാൽ മതി, ഇന്ത്യക്കാരാണ് ആ സ്ഥലങ്ങൾ വൃത്തികേടാക്കുന്നത് എന്നൊരു പ്രതീതി നിലനിൽക്കുന്നുണ്ട്. എല്ലാ വാർത്തകളും ശരിയാകണമെന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ശീലിച്ച അതേ പരിപാടികൾ വിദേശത്ത് പോയി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതേസമയം ചൈന, ജപ്പാൻ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രചരിക്കുന്നത് വ്യത്യസ്ത തരം വാർത്തകളാണ്. ചൈനയിലെ ഒരു മെട്രോ ട്രെയിനിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും അറിയാതെ വെള്ളം തൂവിപ്പോയി. നമ്മൾ കാണുന്നത് കുട്ടി ഇരുന്ന് വെള്ളം തുടയ്ക്കുന്നതാണ്. കാരണം എന്താ? ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് കിട്ടുന്ന പരിശീലനം അത്തരത്തിലാണ്. ജപ്പാനിലെ ടൗണുകളിൽ വേസ്റ്റ് ബിന്നുകൾ അധികമൊന്നും കാണാൻ കിട്ടില്ല. എങ്കിലും റോഡിൽ ഒരു മാലിന്യം പോലും കാണാൻ കിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനം വ്യക്തിയുടെ ബാധ്യതയാണെന്ന ബോധമാണ് അവർക്കുള്ളത്. ഇങ്ങനെ വൃത്തി എന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി വളർത്തിയെടുക്കുകയാണ് ഈ രാജ്യങ്ങൾ. അതേസമയം നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്താ? റോഡിലും പബ്ലിക് സ്പേസിലും മൂത്രമൊഴിക്കാമെന്നും വേസ്റ്റ് ഇടാമെന്നുമല്ലേ. ഇങ്ങനെ നിങ്ങളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പുച്ഛം നേരിടേണ്ടി വരുന്നതിന് റേസും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും നമുക്ക് മുന്നേ പോയ ഈ രാജ്യത്തെ ചില മനുഷ്യരുടെ പ്രവൃത്തികൾ തന്നെയാണ്. മാലിന്യ കുമ്പാരത്തിൽ കഴിയുന്ന മനുഷ്യർ എങ്ങനെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിവതും നമ്മുടെ ചുറ്റുപാടുകളെങ്കിലും വൃത്തികേടാക്കാതിരിക്കുകയാണ്. വളരെ ചെറിയ തോതിൽ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റും. ബബിൾഗം ചവച്ചാൽ അതിൻ്റെ കവറിൽ തന്നെ ഒരു പേപ്പർ കിട്ടും. അത് ചുമ്മാ അലങ്കാരത്തിന് വെച്ചിരിക്കുന്നതൊന്നല്ല. ബബിൾഗം വേറെ എവിടെയെങ്കിലൊക്കെ തേച്ചു വെക്കുന്നതിന് പകരം ഈ പേപ്പറിൽ ചുരുട്ടി ബിന്നിലിടണം. നമ്മൾ കൊടുക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വൃത്തിക്ക് കഴുകിയെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ? ഇനി നിങ്ങൾ വിദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ കഴിവതും ഇന്ത്യയിൽ കാണുന്ന ഇത്തരം മര്യാദകേടുകൾ ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യുക.
ആ നാടുകൾ വൃത്തിയോടെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. പുറമെ നമ്മൾ നാണം കിടന്നു എന്ന് അറിയുമ്പോഴെങ്കിലും നമ്മുടെ തെറ്റുകൾ തിരുത്തും. മറ്റൊരു രാജ്യത്ത് അഭിമാനത്തോടെ നമ്മൾ ഇന്ന രാജ്യത്ത് നിന്ന് വരുന്നു എന്ന് പറയാൻ പറ്റണമെങ്കിൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ രാജ്യത്തിനുണ്ടാവണം. അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് ലോകത്തിനെ അറിയിക്കുക കൂടി വേണം. ഇത് സാധിക്കാത്തത് കൊണ്ടാണ് ദുപ്പട്ട സ്കാൻഡിനേവിയൻ സ്കാർഫാക്കി മാറ്റുന്നതും ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ചന്ദ്രനിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നതും. നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ തന്നെ വിലയില്ല. നാളെ പൂക്കളം ബോഹോ ഫ്ലവർ കാർപ്പറ്റ് എന്ന് പറഞ്ഞ് വിദേശത്ത് ഇറങ്ങിയാൽ ആദ്യം ആ പേര് ഉപയോഗിക്കുക മലയാളി തന്നെയായിരിക്കും. അതേസമയം മറ്റു നാടുകളിലെ കിംചി, റാമൻ പോലുള്ള പേരുകൾ നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കും. ഈ മനോഭാവം കൊണ്ട് തന്നെയാണ് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വളരെ എളുപ്പത്തിൽ റീബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യ എന്ന രാജ്യം പല വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിലും മനുഷ്യന് ആവശ്യമുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും 10-20 കൊല്ലം പിന്നിലാണ്. 4th ലാർജസ്റ്റ് ഇക്കോണമി എന്നൊക്കെ പറയാമെങ്കിലും നമ്മളുടെ സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇത്തരം ചിത്രങ്ങളും വാർത്തകളും തുറന്നു കാണിക്കുന്നത്. മത്സരത്തിൽ നമ്മൾ പുറകിലായതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എപ്പോഴും മുന്നിൽ ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ ന്യൂനത നേരിടുന്ന ഓരോ വിഷയങ്ങളിലും മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് മെച്ചപ്പെട്ടത് എന്ന് പറയുകയാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാഫിക് വിഷയത്തിൽ എങ്ങനെയാണ് നെതർലാൻഡ്സ്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ പരിഹാരം കാണുന്നത്, കൊറിയ എങ്ങനെയാണ് അവരുടെ പോപ്പ് കൾച്ചർ ശക്തിപ്പെടുത്തുന്നത്, ഇതൊക്കെയാണ് എൻ്റെ കണ്ടന്റ്. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾ കൂടുതൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളും പറഞ്ഞ തെറ്റുകളും കമൻറ്റ് സെക്ഷനിൽ എഴുതുക.